ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ഞാനൊന്നും ചെയ്യില്ല. പൊതുവെ ഒരു ജനസമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കേരളത്തിലെ ക്രൈസ്തവ സഭ ഒരു ഭീഷണി നേരിടുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ഭീഷണിയില്ല. അവരുടെ ഭൂരിപക്ഷം കുറയുന്നത് അല്ലെ ജനസംഖ്യ കുറയുന്നത് അത് അവരുടേതായ കാര്യങ്ങളാണ്. അത് ആരുടെയും നിർബന്ധപരമായിട്ടുണ്ടായതല്ല. പക്ഷേ പൊതുവേ പറയാനുള്ളത് കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭീഷണിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിൽക്കും. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാനും സാധിക്കണം. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ പ്രത്യേക ഭീഷണി നേരിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് എൻ്റെ പാർട്ടിയും കാഴ്ചപ്പാട്. ക്രൈസ്തവർക്ക് കേരളത്തിൽ ഒരു ഭീഷണിയുമില്ല. ക്രൈസ്തവരെ നല്ല നിലയിൽ നോക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. ക്രൈസ്തവരുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പോകുന്നത്. മറ്റൊരു വിഷയം, ഇപ്പോൾ മണിപ്പൂർ വിഷയം ഉയർത്തി വരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും, കണ്ണൂരിൽ നിന്നല്ല എല്ലാ മേഖലയിലും മണിപ്പൂർ വിഷയം, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. ഇന്നലെയും അങ്ങനെ ഒരു വിഷയം മാധ്യമങ്ങളെല്ലാം വന്നായിരുന്നു. സംഭവങ്ങളുടെ അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. എന്തായാലും മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവിടെയും പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, ഇടത് വലത് രാഷ്ട്രീയക്കാർ, അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അവരിതൊക്കെ തന്നെ വെറുതെ മുതലക്കണ്ണീർ ഉറക്കുന്നതാണ്. അവർക്കിതിലൊന്നും സത്യസന്ധമായ, നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും അധികം മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഇടതുപക്ഷക്കാരാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഇസ്ലാമികളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കുന്നവർ ഇവിടെ ഇസ്ലാമുകളല്ലേ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ. നിങ്ങൾക്കറിയാം മെത്രാനെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും തെറിവിളിക്കുന്ന മുഖ്യമന്ത്രിയുള്ളൊരു നാടാണ്. ആരാണ് ജോസഫിനെ കൈവെട്ടിയത്? ഈ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് അവർക്ക്. അല്ലെങ്കിൽ ജിഹാദികൾക്ക് എവിടെയാണ് കൈവെട്ടാനുള്ള അവസരം ഉണ്ടാവുക? അപ്പോൾ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ അവരുമായി ചേർന്നാണ് ഇവിടെ UDF മത്സരിക്കുന്നത്. നിങ്ങളറിയാം, SDPക്കാരൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് ജിഹാദികൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് മതന്യൂനപക്ഷങ്ങളായ ജോസഫ് മാഷിയുടെ കൈവെട്ടിയവർക്ക് പോലും പിന്തുണ കൊടുക്കുന്ന, അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന ഈ മുന്നണികളെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ഒരു ന്യൂനപക്ഷത്തെയും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും ആ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് NDA എന്നാണ് എനിക്ക് പറയാനുള്ളത്.